കരുളായി വനത്തിനുള്ളിൽ വനം വകുപ്പിന്റെ പ്ലാന്റേഷൻ ജോലിക്ക് പോകുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. മൂത്തേടം ബാലംകുളത്തെ വടക്കേത്തല സൈനബയ്ക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. ശങ്കരക്കോടിൽ പുതിയ പ്ലാന്റേഷൻ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഇവിടെ തേക്കിൻ തൈകൾ വെക്കുന്നതും കുഴിയെടുക്കുന്നതും ഉൾപ്പെടെയുള്ള ജോലികളാണ് സൈനബ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ചെയ്യുന്നത്. ഇവിടേക്ക് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു. ചീനിക്കുന്ന ഭാഗത്തുനിന്ന് കാട്ടിൽ പ്രവേശിച്ച് ഏതാനും മീറ്ററുകൾ പിന്നിട്ടതോടെ കാട്ടാന ഇവരുടെ മുന്നിലേക്ക് ചാടുകയായിരുന്നു. കൂടെയുള്ളവരെല്ലാം പേടിച്ച് ചിതറിയോടി. ഇവരെ കണ്ടതോടെ കാട്ടാനയും ഓടി. സൈനബ ഓടിയെത്തിയ ഭാഗത്തേക്ക് തന്നെയാണ് ആനയും ഓടിയെത്തിയത്. ഇവിടെ വെച്ച് ആന സൈനബയെ തട്ടുകയായിരുന്നുവെന്ന് കൂടെയുള്ളവർ പറഞ്ഞു. ഞങ്ങള് രാവിലെ ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് പോയി ഇങ്ങോട്ട് നിന്നപ്പോൾ ഞങ്ങൾ നെച്ചിട്ട് നടന്നിങ്ങനെ പോയപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ആന കണ്ടില്ല. പോയി ഇങ്ങോട്ട് നിന്നപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് പാഞ്ഞു വന്ന് അങ്ങനെ തട്ടി ആന. തട്ടിയിൽ താത്ത വീണ്. അങ്ങനെ ഞങ്ങളെ സാറിനെ വിളിച്ച് സാറും വന്നു, എല്ലാവരും വന്ന് വണ്ടിയിലാക്കി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞങ്ങളുടെ കൂടെ എപ്പോഴും സാറും ഉണ്ട്, എല്ലാവരും ഉണ്ട് ഞങ്ങളപ്പോൾ. അങ്ങനെ പോകുന്നു. ഞങ്ങളിവിടെ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാ ടെസ്റ്റും ചെയ്ത് ഞാൻ റിസൾട്ട് കിട്ടിയിട്ട് അതിൻ്റെ കുഴപ്പങ്ങൾ അറിയണം. ഉടനെ സഹതൊഴിലാളികളും വനപാലകരും ചേർന്ന് എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്ന് കോഴിക്കോട്ടേക്കും മാറ്റി. വാരിയലിനും ശ്വാസകോശത്തിനുമടക്കം ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എല്ലാ ദിവസവും കരാറുകാരുടെ വാഹനത്തിലാണ് തൊഴിലാളികൾ പണിസ്ഥലത്തെത്താറുള്ളത്. എന്നാൽ ബുധനാഴ്ച വാഹനത്തിന്റെ കുറവ് കാരണം കുറച്ച് തൊഴിലാളികളെ ആദ്യം കൊണ്ടുപോവുകയായിരുന്നു. ബാക്കിയുള്ളവർ നടന്നു പോകുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. നിലമ്പൂർ സൌത്ത് ഡിഎഫ്ഒ ജി ധനിക് ലാൽ, കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജി ജോൺ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി. ന്യൂസ് നൌ സ്വന്തം.